വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കും. ഈ അടുത്ത് ചില പ്രസംഗങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു. ആ പ്രസംഗങ്ങൾ എന്ന് പറയുന്നത് ക്രിസംഗികളുടെയും സംഘികളുടെയുമാണ്. BJP-യുടെ ചില നേതാക്കന്മാരുടെയും അതുപോലെ തന്നെ ക്രിസംഗികളെ അനുകൂലിക്കുന്ന PC ജോർജിനെ പോലെയുള്ള ചില നേതാക്കന്മാരുടെയും ചില സംഘപരിവാർ മാധ്യമ പ്രവർത്തകരുടെയും പ്രസംഗങ്ങൾ കേൾക്കാൻ സാധിച്ചു. ഈ പ്രസംഗങ്ങളിലുടനീളം ഇവർ പറയുന്നത് പാലാ ബിഷപ്പ് പറഞ്ഞ നാർക്കോട്ടിക് ജിഹാദിന്റെ യഥാർത്ഥ സത്യം നിങ്ങൾക്കറിയണം എന്നുണ്ടെങ്കിൽ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ലഹരി മരുന്ന് മാഫിയകളുടെ കണക്കുകൾ പുറത്തു വരണം. ആ ലഹരി മരുന്ന് മാഫിയകളുടെ കണക്കുകളിൽ എത്ര പേരാണ് മുസ്ലിങ്ങൾ എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടും എന്നുള്ളതായിരുന്നു ഇവരുടെ പ്രസംഗം. കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വളരെ വേദനയോട് കൂടിയിട്ട് ആ കണക്കുകൾ പുറത്തുവിട്ടു. ആ കണക്കുകൾ പുറത്തുവിടുന്ന സമയത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ്: മതം തിരിച്ചുള്ള കണക്കുകൾ പാടില്ല എന്നറിയാം, പക്ഷേ ഈ കണക്കുകൾ ഇപ്പോൾ അനിവാര്യമാണ് എന്നുള്ള രീതിയിലാണ് മുഖ്യമന്ത്രി അത് പുറത്തുവിട്ടത്. അതേ വാക്കുകൾ തന്നെയാണ് ഞങ്ങൾക്കും നിങ്ങളോട് പറയാനുള്ളത്. മതം തിരിച്ച് ഒരു ക്രൈമിനെ അല്ലെങ്കിൽ ഒരു കേസിനെ കാണുന്നത് തെറ്റ് എന്ന് തന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. പക്ഷേ ഇത്തരത്തിലുള്ള വർഗീയ പ്രചാരകർക്ക്, വർഗീയ വിദ്വേഷ പ്രചാരകരായിട്ടുള്ള ഇത്തരത്തിലുള്ള നരഭോജികൾക്ക് മറുപടി കൊടുക്കേണ്ടത് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലായതുകൊണ്ട് മാത്രം ഞാനും ആ കണക്ക് പറയുകയാണ്. നിലവിൽ പുറത്തു വന്നിട്ടുള്ള ആ കണക്കുകളിൽ ഏകദേശം രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസുകൾ എന്ന് പറയുന്നത് 4941 2020 കണക്കാണ്. 4941 കേസുകൾ രജിസ്റ്റർ ചെയ്തപ്പോൾ പ്രതികൾ 5422 പേരാണ്. ഈ 5422 പ്രതികളിൽ പകുതിയോളം ആളുകൾ എന്ന് പറയുന്നത് ഹൈന്ദവ മതത്തിൽപ്പെട്ട ആളുകളാണ് എന്നാണ് കണക്ക് പറയുന്നത്. ഒരിക്കലും ഞാൻ അവരെ ഹൈന്ദവ മതവിശ്വാസികളായി കാണുന്നില്ല, മറിച്ച് ഹൈന്ദവ നാമധാരികളായി മാത്രമേ കാണുന്നുള്ളൂ. അതായത് പകുതിയോളം ആളുകൾ, ഏകദേശം 5422 പ്രതികളിൽ 2700ഓളം പ്രതികൾ ഹൈന്ദവ നാമധാരികളാണ്. ഏകദേശം 49%, 50%-ഓളം ഹൈന്ദവ നാമധാരികളാണ്. അതായത് ഒന്നാമത് ഹൈന്ദവ നാമധാരികൾ. ഇനി രണ്ടാമതായിട്ടാണ് ഇവരൊക്കെ വിളിച്ചുകൂവി പറഞ്ഞിട്ടുള്ള മുസ്ലിങ്ങൾ വരുന്നുള്ളത്. നമുക്ക് നോക്കാം, 34%ആണുള്ളത്. അതായത് ഈ 5422 ആളുകളിൽ 1869 ആളുകളാണ് മുസ്ലിം നാമധാരികളായിട്ടുള്ള ആളുകൾ. കണക്കുകൾ പ്രകാരം മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ എന്നുള്ളതാണ് ആ കണക്ക് വ്യക്തമാക്കുന്നുള്ളത്. നമ്മൾ ഇവരെ മുസ്ലിങ്ങൾ എന്ന് വിളിക്കുന്നില്ല, വെറും മുസ്ലിം നാമധാരികൾ മാത്രമാണ് ഇവർ. 1869 രണ്ടാം സ്ഥാനത്ത്. ഇനി മൂന്നാം സ്ഥാനത്ത് വരുന്നതാവട്ടെ 15%ഓളം ആളുകൾ ക്രിസ്ത്യൻ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് എന്നുള്ളതാണ് കണക്കുകൾ വ്യക്തമാക്കുന്നുള്ളത്. ഇവരുടെ ഏകദേശം എണ്ണം എന്ന് പറയുന്നത് 853 ആളുകളാണ്. ഇവർ ക്രിസ്ത്യൻ മതവിശ്വാസികളായിട്ട് ഞങ്ങൾ കാണുന്നില്ല, മറിച്ച് ക്രിസ്ത്യൻ നാമധാരികളായിട്ട് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. അതായത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള പ്രചരണങ്ങളിൽ നമ്മൾ വീണു പോകരുത്. ചിലപ്പോൾ അറിയാതെ പെട്ടുപോകുന്ന ചില ആളുകൾ ഉണ്ടാകാം. യഥാർത്ഥ കണക്കുകൾ ഇതാണ്. ഇനി പറയാൻ വേണ്ടി പോകുന്നത്, ഈ കണക്കുകളിൽ ഹൈന്ദവ നാമധാരികൾ കൂടുതലുണ്ട് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഹിന്ദു മതത്തെ കുറ്റപ്പെടുത്തുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഒരർത്ഥവുമില്ല. ക്രിസ്ത്യാനികളുടെ എണ്ണം കൂടുതലുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവരെ കുറ്റപ്പെടുത്തുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? അവരുടെ മതവിശ്വാസങ്ങളെ കുറിച്ച് പറയുന്നതിൽ എന്തെങ്കിലും ഒരു ഔചിത്യമുണ്ടോ? മുസ്ലിങ്ങളുടെ എണ്ണം കൂടുതലാണ് എങ്കിൽ പോലും, ഇപ്പോൾ കൂടുതലല്ല ആണെങ്കിൽ പോലും, അവരെ കുറ്റപ്പെടുത്തുന്നതിൽ, അവരുടെ മതവിശ്വാസങ്ങളെ ചോദ്യം ചെയ്യുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഇല്ല. ഇവരൊക്കെ ക്രിമിനലുകളാണ്. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ ലഹരി മരുന്ന് മാഫിയകളാണ്. ഇവരൊക്കെ ഒറ്റക്കെട്ടാണ്. ഇവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടുന്നുള്ളത്. ഇത്തരത്തിലുള്ള ക്രിമിനൽ സ്വഭാവമുള്ള ആളുകളൊക്കെ ഒറ്റക്കെട്ടായി അവർ നമ്മുടെ ഈ ചേരിതിരിഞ്ഞുകൊണ്ടുള്ള നമ്മുടെ ഈ വേട്ടയാടലുകൾ കാണുമ്പോൾ, പരസ്പരമുള്ള ഈ യുദ്ധം കാണുമ്പോൾ അവർ സൈഡിൽ നിന്ന് ചിരിക്കുന്നുണ്ടാകും. കാരണം അവരുടെ പേരിലാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ട് പരസ്പരം
ആക്രമിക്കുന്നുള്ളത്. ഇതിൽ നിന്നൊക്കെ മാറുക. സംഘികളും ക്രിസംഘികളും പ്രചരിപ്പിക്കുന്ന വ്യാജ പ്രചരണങ്ങളിൽ ആരും വഞ്ചിതരാവരുത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതുപോലെ തന്നെ മതം തിരിച്ച് ഒരു ക്രൈമിനെ കാണുന്നത്, ഒരു കേസിനെ കാണുന്നത്, അത് വളരെ മോശമായിട്ടുള്ള ഒരു രീതിയാണ്. അതിന് കേരളത്തിൽ ഉണ്ടാവരുത്. ഇതുപോലെയുള്ള ഒരു വാർത്ത പറയാൻ എനിക്കും നിങ്ങൾ ഇനി അവസരം തരരുത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.